ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഗെറ്റപ്പും സെറ്റപ്പൊക്കെ കണ്ടിട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒന്നും നമ്മളതല്ല, ഒക്കെ ആരേണ്ടതാണ്. അപ്പോൾ നമ്മളെ കൂടെ ഇവിടെ കൊച്ചി ആലുവ സൈഡിൽ നിന്നും ഒരു പറ്റ യുവാക്കൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? അതാണ്. എന്നാൽ ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ഇവിടെ വിരുന്ന് വന്ന ആളാണ്. സോ റോഡ് ബ്ലോക്കൊക്കെ ഇട്ടാ അല്ലേ ചീത്ത പേരില്ലവാ. എന്ത് ചെയ്യുന്നു നിങ്ങളൊക്കെ? ദഫ്മുട്ട് നബിദിനത്തിന് പഠിക്കണ്ട? സെറ്റായ പരിപാടി? ഇവിടുന്ന് കളിപ്പിക്കണ്ട പാവുണ്ട്. അപ്പൊ ദഫ് എടുത്തു. ഫസ്റ്റ് പ്ലേറ്റ് വെച്ചിട്ട് ലാസ്റ്റ് ഡേ ദഫ് വെച്ചിട്ട് അല്ലേ? അപ്പൊ സെറ്റാവും, കിടിലൻ പരിപാടി ആയിരിക്കും. അപ്പൊ പിള്ളേർക്ക് എല്ലാവിധ ആശംസകളും ഉഷാറായിട്ട് വരട്ടെ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു പരിപാടിക്ക് പോവാണ്. ആരാന്റെ വണ്ടിയൊക്കെ റെന്റിന് എടുത്ത് ഇവിടെ ഒരു പരിപാടി ഉണ്ട്. എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ അല്ലേ? എന്തായാലും മുതലാളിക്ക് ഇഷ്ടപ്പെടും. കുറച്ച് സൈഡ് ആയിക്കോട്ടെ മുത്തേ. അല്ല വട്ടോ മുത്തേ, ബ്ലോക്കായിട്ടാ. എടുത്തോളി. എന്താ അത് പീടിയല്ലേ പോയത്? ചായപ്പീടിയാ? ഓ, ഏതോ ഒരാൾ ഹാപ്പി ആവാൻ വേണ്ടി ചായപ്പൊടി ഉണ്ടാക്കി. എന്നാൽ ശരി, കാണാം. അപ്പോൾ സെറ്റായി, അടിപൊളിയാക്കണം, സൂപ്പറാക്കണം. ഓക്കെ, സോ നമ്മളിന്ന് ഒരു പരിപാടിക്ക് പോവാണ് കേട്ടോ. ഹായ്. അപ്പം ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. സോ ഇന്ന് മറ്റൊന്നുമല്ല, ദീദുണ്ട്, ബഹുമാനപ്പെട്ട അതിൻ്റെ ഉള്ളിൽ എല്ലാ താരങ്ങളും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മാനേജർ, പ്രശസ്ത സിനിമാ താരം ഷോണുമായി 5 മിനിറ്റ് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. സോ കാട്ടളനിൽ എനിക്ക് ഷോണിൻ്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നണില്ല പലപ്പൊന്നും. എന്തായാലും ഷോണ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതാണ് 2 ദിവസം മുന്നേ. പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഷാനും ഷോണും പിങ്ക് ആൻഡ് പിങ്ക് ഇട്ടുകൊണ്ട് പൂക്കി ഡ്രസ്സ് ഇട്ടുകൊണ്ട് 2 പേരും നമ്മുടെ മുന്നിൽ അണിചേർന്നിരിക്കുന്നു. അവിടെ ഒരു പറ്റ ആൾക്കാരുണ്ട്. ഹായ്, ഹലോ. കിട്ടിയ തന്നെ. അപ്പം നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട ഈച്ചു സാർ, കാട്ടാളന് പറ്റിയ ലുക്കുമായി ഈച്ചു സാർ കാട്ടാളന്റെ കാറ്റാറിംഗ് പരിപാടി നമ്മളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്. വെൽക്കം ഡ്രിങ്ക് സാർ. ആരുടെ പുറത്ത് കാരണോ? എടാ, എന്നാ ചിറക്കൽ കാളിദാസനാണോ വരുന്നേ? ചിറക്കൽ ശ്രീധരനാണോ? ഒന്ന് തപ്പിയോക്കിയേ. ബാഹുബലിയിലൊക്കെ അഭിനയിച്ച ലൈറ്റാ അല്ലേ? അപ്പം ബാഹുബലിയിൽ അഭിനയിച്ചാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട വണ്ടി 2 ദിവസം മാറി നിന്നപ്പോത്തിന് ആകെ കഥ കുബയായിട്ടോ. ആന കൊണ്ടടക്കണേ. കണ്ണൂർ പോയിട്ട് തിരിച്ചു വരിക. ഈ വണ്ടി മാഷാള്ള വണ്ടി എടുത്തതിന് ശേഷം വണ്ടിക്ക് ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല. ഏതായാലും ചത്തിട്ടി പോയാണ്. അപ്പോൾ ഇത് ദീദുവിൻ്റെ ബഹുമാനപ്പെട്ട വണ്ടി കേട്ടത്. അതായത് ഇതിനെത്ര രൂപ ഓൺ റോഡ്? 27 lakhs. 2 ടയറിലെ വണ്ടി 25 ലക്ഷം രൂപൻ്റെ വണ്ടിയാണ് കേട്ടത്. കണ്ടാ പറയും, കാരണം അതിന് മാത്രമുണ്ട്. അപ്പം ഇത് ദീദുവിൻ്റെ വണ്ടിയാണ് കേട്ടോ, ബോസിൻ്റെ വണ്ടിയാണ്. ഈ ഒരു നിഞ്ച എത്ര സി സിയാ? 1000 cc. 2 സെക്കൻഡിൽ 100 പോകാം. 2 സെക്കൻഡിൽ 100 കയറാം. ഇത് ഇന്നാൾ എനിക്ക് ഓട്ടാൻ തന്നിട്ടോ. 10 സെക്കൻഡ് എടുത്തിട്ട് 100 കയറിയില്ല, കാരണം എനിക്ക് പേടിയാണ് ആരാൻ്റെ വണ്ടി സ്പീഡ് പോണത്. സൗണ്ട് ഉണ്ടോ? എക്സോസ് നോട്ടാ? സൗണ്ടൊന്നുമില്ല. അപ്പോൾ ഇത് ദീദുവിൻ്റെ വീട്ടിലത്തെ പെറ്റ് ഫാമാണ് കേട്ടോ. മേലെ ഫുള്ള് കിളികളാണ്. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. മതി സാനെ, മതി ആ വണ്ടി ഇതാവും. അപ്പം എൻ്റെ ഭാവിയിലെ ആഗ്രഹം ഇതൊക്കെ കേട്ടോ. മെല്ലെ നൈസിലൊരു ചെറിയ കിളിക്കൂട്, ഒരാടും കൂട്, ഒരു പോത്തും കൂട്, പശുക്കൂട്, ഒട്ടകക്കൂട്, ആനക്കൂട്, ആനപ്പന്തി, പുലിക്കൂട്, കടുവക്കൂട്, വേണ്ടല്ലോ കേട്ട് കഴിയുമ്പോ മാണ്ടണം. കിരിഞ്ഞ കൊണ്ട മോശമാണ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? മാച്ചുപത്തി ഇന്നത്തെ ദിവസത്തെ എന്ത് കഴിച്ചാലും ഞാൻ കാട്ടാളെന്ന് പറഞ്ഞു.
അതാണ് ഇന്ന് ആ ദിവസമാണ്. സോ ഇന്ന് കാട്ടാളൻ സിനിമൻ്റെ പൂജ നടക്കാൻ പോവാട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നടന്മാർ ഇവരൊക്കെ വരുന്നുണ്ട്. എല്ലാവരും വരുന്ന പരിപാടിക്ക് പാവം നമ്മൾ ക്ഷണിച്ചിരിക്കണ് എന്തിനോ എന്തോ. അപ്പം അൻഷു സൽമാൻ ഇവരൊക്കെ കാറ്ററിംഗ് പരിപാടി ഏറ്റെടുത്തിരിക്കണ്. ഹായ് ഹായ് ബോസിനെ പരിചയപ്പെടുത്തിയേ അവ 2 വാക്ക് സംസാരിക്കാൻ. അപ്പം ഷോണ് സിനിമയെ കാണാൻ വരികയല്ലോ, ഭയങ്കര മടിയാണ്. ഹായ്. അപ്പം ഷോൺ എവിടെ നിന്ന് വരുന്നു? തൃശ്ശൂരിൽ നിന്ന് വരുന്നു. അപ്പം ഷോണിനെ ആരും കാണാത്തവരായിട്ടുണ്ടാവില്ല. ആലപ്പുഴ ജിംഖാനയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റോള് ഷോൺ ചെയ്തിരുന്നു. നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിരുന്നു. സോ ഇനി നമ്മൾ ഏതൊക്കെ സിനിമ വരാണ്ട്? നമ്മൾ കാട്ടാളില് ദോസ്തുകളാ. ആ ശരി. പിന്നെ ഇന്റത് കൺഫേം അല്ല, അല്ല സെറ്റാക്കും. ഇവണ്ട് കാട്ടാളില്, അതാണ്. പിന്നെ വേറെ ഏതൊക്കെ? എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഇതിലൊന്നും സംസാരിക്കാൻ ഒരു കഴിവില്ലാത്തവനെ ഞാൻ പറ്റിക്കറിയാം. സോ ഷോണ് മെയിനായിട്ട് ബാംഗ്ലൂർ മോഡലിംഗ് പരിപാടിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതിന്റെ കൂടെ സിനിമ ഇങ്ങനെ നൈസിൽ സെറ്റായി വരും. ഇപ്പം ഫുൾ ടൈം സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ വരാനുണ്ട്. പിന്നെ അങ്ങോട്ട് പോവാം. സെറ്റ് പാവണ്ടാ. ഹായ്, എന്താണ് പേര്? അതിനാൻ. എവിടെ നിന്ന് വരുന്നു? ഇവിടെ അടുത്താണ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 1ാം ക്ലാസ്സിൽ. എന്നെ അറിയാമോ? ആരാണ്? താങ്ക് യു. വ്ളോഗിലുണ്ടാവൂട്ടാ. വ്ളോഗ് കാണലുണ്ടോ? വ്ളോഗിലുണ്ടാവൂട്ടാ ഇന്ന്. വ്ളോഗിൽ വരൂട്ടാ ഇന്ന്. വ്ളോഗിൽ വരും. എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ. പോവല്ലേ? എല്ലാരും ചാമ്പിട്ടോ. സിനിമ നടനാണ് പറഞ്ഞിട്ട് എല്ലാരും ഇപ്പോ സിനിമ എറണാകുളത്തിന്റെ പ്രകൃതി ഭംഗി. ദീതുവിന്റെ പേരിന്റെ തൊട്ടപ്പുറത്ത് കൂടെ റെയിൽവേ പോണ കേട്ടോ. പോവാ 20 മിനിറ്റിൽ പെപ്പ വരുമല്ലോ. ചെറിയ ഹോട്ടൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അപ്പൊ എറണാകുളം അപ്പൊ ട്രെയിനിലിരുന്ന് വ്ളോഗ് കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നമുക്കറിയാം, ഓൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ വ്ളോഗ് നമ്മൾ ചെയ്യുന്നത്. ട്രെയിനിൽ നിന്ന് കാണുന്നുണ്ട്, എന്തായാലും കമന്റ് ചെയ്യട്ടോ. എടാ അവിടെ ടാറ്റ എടുക്കണേ. ഫൈവ്. ഓക്കെ. ടാറ്റാ. ഓഹോ, അടുത്ത വ്ളോഗിൽ കാണാം ചേച്ചി, അടുത്ത വ്ളോഗിൽ കാണാം. 4K ദൃശ്യമികവിൽ കാണാം, നിങ്ങളെ കാണാം, എൻ്റെ യൂട്യൂബിൽ കാണാം. ടാറ്റ തരൂ. 2 കൈ കൊണ്ടും ടാറ്റ തരൂ. താങ്ക് യു. ആരാ ഈ വരുന്നേ? പെണ്ണുങ്ങളെ ടാറ്റ ഇങ്ങനെ മാത്രം നോക്കുക. അപ്പം ഇന്ന് റോൾസ് റോയ്സിലാണ് ഇവലൊക്കെ പോണ കേട്ടാ. നമ്മളെ ഐക്രോസ് തന്നെ. റോൾസ് റോയ്സിന്റെ ടയറൊന്നും റോട്ടിൽ കൂടെ അല്ലേ പോണേ? കൈ കൊടുന്ന അല്ല ഇമ്മാരി കറുപ്പ്. നമ്മളെ വണ്ടി എത്ര കൈകാലം കാണിക്കില്ല. ഹായ്. വണ്ടിയിലേ എടാ റോൾസ് റോയ്സിന്റെ അടുത്ത് കളിച്ചില്ല. എന്റെ മേത്ത് കുത്തിയാലും കുഴപ്പമില്ല. മുറി മറ്റേ മരുന്ന് വെച്ചാൽ മാറും. ടാറ്റോ കൊടുത്ത് പോവല്ലേ? ലെറ്റ്സ് ഗോ. അപ്പം പടക്കം ബഷീർ. പടക്കങ്ങളുടെ ലഭ്യത കുറവ് മൂലം ബൈക്കിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് 4 ശബ്ദം പുറപ്പെടുവിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. കുറേ കാലത്തിന് ശേഷം പടക്കം ബഷീർ. നമുക്ക് വേറെ ആംഗിളിൽ നിന്നാലോ? ഇത് മേത്ത് കൂടെ കയറും. എടാ പെരും പവറാട്ടോ സൽമാനെ. പെരും പവറാ. എടാ റൈസ് ചെയ്യാനൊന്നും ബൈക്കൂലോന്. ഓനെ പോണേനെ ഭാഗ്യം. കാലന്നെ കുത്താൻ വെക്കണില്ല.
അവനെവിടെങ്കിലും പോയി കയറിയാലോ വേറെ ആളുടെ മേത്തറിയാതെ ഇതാ മതി. സൽമാൻ ഷർട്ടൊക്കെ പൊന്തി പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട സൽമാൻ അത് അന്തം കമ്മിയായി നിഞ്ചമ്മ പോണിട്ടോ. ഇപ്പൊ അവിടെ കുടുങ്ങിട്ടോ. ഈ മെല്ലെ ചവിട്ടി തിരിക്കാം. ബാക്ക് എടുത്തിട്ട് മുന്നെടുത്തിട്ട് കുത്തി തിരിച്ചിട്ട് കച്ച് പണ്ടാരം വളയണോ ഇല്ല. എന്ത് കാനമാണിത്. ഹൈഷ് ഈ പിള്ളേരും നോക്കണം. വലിച്ചിട്ടും കിട്ടണില്ല. അമ്മേ ചാരിപ്പോയി വീണനെ പറ്റി. അയ്യോ ഇത്ര പേടിച്ചതിനെ പിന്നെ എങ്ങനെ പോയാലും ശാപം. ഇനിയിപ്പോൾ സൽമാ ഇപ്പോൾ ധൂമ്പജാലായി വരും കേട്ടോ. ധൂം കാട്ടുക്ക് പോയിട്ടോ. ധൂം പജാലേ ധൂം ടൂണു ടോണു 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 टोनो नो 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 इश्क में तो पल दगाए इश्क में तो दल दगाए इश्क में तो चल दगाए धूम धूम पजाले धूम അലുവി മത്തിക്കറി അലുവി മത്തിക്കറി ഒരു മാച്ചില്ല അങ്ങോട്ട് അപ്പോൾ പോയോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിന്ന് പോകുന്നത് കാട്ടാളൻ സിനിമൻ്റെ പൂജക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നടന്മാർ അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർ, ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് ഗസ്റ്റുകൾ, ഒരുപാട് ആൾക്കാർ, ആന, ബൈക്ക്, കാറുകൾ എല്ലാം അവിടെ വരുന്നുണ്ട്. സോ ആ പരിപാടിയിലേക്കാണ് നമ്മളിന്ന് കിടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് ഒറ്റക്കാണ് ക്ഷണമെങ്കിലും ഷെരീഫ് കെയുടെ പ്രത്യേക സാങ്ഷൻ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. എല്ലായിടത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു 10-12 ആൾ ഉണ്ടാവുന്നുണ്ട്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇടത്തുനിന്ന് നോക്കിയാൽ അജ്വദ്, ഈച്ചു, അൻഷു, ദീദു, അതുപോലെ തന്നെ സൽമാൻ, ബോസ്, നിയാല് എല്ലാവരും ഉണ്ട് കേട്ടോ. പുതിയ ആപ്പിളെ ഏട്ടാ ഇഞ്ച പെണ്ണുങ്ങളെ പോവല്ലേ ഷാനിജ് തിമ്മ കയറിയ ആട്. ഞാൻ അത് മുന്നേ ഇരിക്കലും ഊര പൊട്ടണ ഉറപ്പല്ല, അത് വറ്റി നിൽക്കുക. ഇതാരതാ ഈ വണ്ടീൻ്റെ ഏറ്റവും ദുരഭിമാനമായ അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ പോണത് കേട്ടോ. നിങ്ങൾ വണ്ടിക്ക് ദുരഭിമാനം എന്നൊക്കെ പറഞ്ഞ പോലെ അതെ ഇമ്മ കുത്തിയാലും നഷ്ടം കമ്പനിക്കാട്ടോ. ഒക്കെ നമ്മളെ തന്നെയാ. ഈ വണ്ടി കാണാൻ പോലെട്ടല്ലോ മക്കളെ. പവർ എന്ന് പറഞ്ഞാണ്ടല്ലോ കൊടുത്ത പറന്നിങ്ങനെ പോവും. തീപാറും വണ്ടി അത്. വണ്ടിന്ന് പോവല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും പുറപ്പെടാം. ടൈമായി പോവാം. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ മസ്റ്റായിട്ടും പുതുതായി വ്ളോഗ് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ 25 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വ്ളോഗ് കാണാം. പിള്ളേരുണ്ടോ? ഓക്കെ. സോ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ബാക്കി വിഷ്വൽസ് അവിടെ നിന്ന് കാണാം. ഞാൻ ബാക്കിലേക്ക് നീട്ടി വന്നേ അതൊന്നും വിഷയല്ലാതെ ഒപ്പം വരുമോ? അവിടെ ഇരിക്ക്, സമാധാനത്തോടെ ഇരുന്നാ ജഞ്ചിന്റെ വേമരി. എടാ ആ വണ്ടിന്റെ അടിയിൽ പന്തുണ്ട്. മുത്ത എല്ലാവർക്കും ഒപ്പം ഇറങ്ങാതൊന്നും വിഷയല്ല. എനിക്കറിയാം എഴുത്തിൽ എഴുതിട്ട് നമ്മളെ കൊല്ലും. പോർഷയില് വന്നു അന്ന് ഹനാൻഷ ബാക്കിലിരിക്കുന്നു. അതെന്ത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെയൊക്കെ പേര് വരൂടാ. ഷോൺ വന്ന വണ്ടി കണ്ടാൽ ആദ്യം റോൾസ് റോയ്സ് നമ്മള് വിചാരിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. അല്ലാ ഇതാണോ സെറ്റല്ലേ? അപ്പം നമ്മൾ പൂജക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് ഉണ്ടല്ലോ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും വിവരങ്ങളും നമുക്ക് അവിടെ കാണാം. അപ്പം സുഹൃത്തുക്കളെ നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മുടെ മുന്നിൽ മറ്റ് വാഹനങ്ങൾ കാണാം. ഓ ജി വാഗൺ
കണ്ടമാനം വണ്ടികളുണ്ടല്ലോ അവിടെ. നമ്മൾ 5 മിനിറ്റ് മുന്നേ ഇപ്പൊ ഇങ്ങനെ അല്ലേനല്ലോ. എൻട്രി ഉണ്ടാവും ചിലപ്പോ. ഷെരീഫ്ക്കവിടെ ഡിഫൻഡറല്ലേ? ഷെരീഫ്ക്കാണ് ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഞങ്ങളുടെ നായകൻ ശ്രീമാൻ ഷെരീഫ് ക. ഓ ഫ്രെയിം ഏതാ മച്ചു, ഇത് മാർക്കോ പാടാ. നിയാലിന് പാസ്. ഡ്രസ്സൊക്കെ മാറ്റണം അതില്. ആ പുതിയ ആപ്പിള് കയറണ പോലെയാണല്ലോ കയറണേ. സീൻ എൻട്രിയല്ലോ. ഷാനു ഹലോ. ഇല്ല ഞാനതിൽ കയറുന്നില്ല. പേടിക്കണ്ട മുത്തേ, ഇറങ്ങുമ്പോ മജയിൽ ഇറങ്ങട്ടെ. മാനേജർ വന്നത് റോൾസ് റോയ്സിൽ. എങ്ങനെ ഷാനു? എങ്ങനെ പെടാനാ? എൻജോയ്. ദീതുണ്ട്. നോ പ്രോബ്ലം മുത്തേ. മീഡിയാസ് വരുമ്പോ ധൈര്യമായിട്ട് ഹാൻഡിൽ ചെയ്. സൽമാൻ നിയാൽ ഓല് തിരിച്ചു മറിച്ചൊക്കെ അതും ഇതൊക്കെ ചോദിക്കും. ഒരു സൈലന്റിൽ നിന്നാ മതിട്ടാ. ഇങ്ങനെ എല്ലാരോടും യെസ് ഫുൾ പവർ താങ്ക് യു പറഞ്ഞതിട്ടാ. നമ്മളൊന്നും എല്ലാരും ഉള്ളോണ്ടേ ആരേലിട്ട് ആരെന്നേലും എന്തെങ്കിലും കിട്ടാൻ കഥ കൊല്ലം മണ്ടന്മാർ. അജോദിനോടൊക്കെ ഒന്ന് പറയട്ടെ. വണ്ടിയൊക്കെ ബാക്കിൽ ഐക്കർസ് ഇട്ടിക്കണോക്ക്. ഓ ചാടി നിക്ക്. ബഹുമാനപ്പെട്ട ഷോൺ അവർകൾ നമ്മുടെ വണ്ടിയുടെ മുന്നിലുണ്ട്. ഓന് മനസ്സിലായി നേരത്തെ. അതായത് ഞാൻ ഇപ്പൊ അവിടുന്ന് വീഡിയോ എടുത്താലേ ബാക്കിൽ ലോഡ് ക്യാമറ ടീം ഒക്കെ ഉണ്ട്. വൻ പള്ളിയോ അത് ഓരോ ഫ്രെയിമിൽ കയറുമ്പോ. ഓലെ ഫ്രെയിമിൽ കയറണ്ട. ഫ്രെയിമിൽ കയറാതെ ദീതുവിനോടൊന്ന് ജസ്റ്റ് സംസാരിച്ചു നോക്ക്. കുറച്ച് കാറിന്റെ കുറച്ച് സംഭവം കിട്ടിയായി. നോ പ്രോബ്ലം. ഷോണ് സൺറൂഫിന് മേലെ കയറി. ഷോൺ ടാറ്റ് കൊടുത്തു. യൂട്യൂബില് ഫോളോവേഴ്സ് കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. അല്ല ഈ വീഡിയോ എത്ര പേര് കാണുന്നൊരു പേടി. അങ്ങനെ അധികാരം കാണുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ. മെമ്മറീസിന് എടുത്തേക്കണാണ് ഇത് ഫുള്ള്. എല്ലാ ഭാവിയിലും നമുക്ക് എടുത്ത് നോക്കുമ്പോ കാണാൻ എന്തെങ്കിലും വേണം. ബേബി വന്നു വെച്ചോക്ക്. യൂട്യൂബ് എത്ര ഞാൻ കാണിച്ചു തരാം. നന്ദേട്ടനാ നെറ്റ് ഇത് 2.0 നമ്മൾ സ്റ്റാൻഡേർഡ് പഠിച്ചു. മൂപ്പരെ വിളിച്ചോക്ക്. അപ്പം എൻട്രിക്ക് എന്തോ ചെറിയ ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ലാഗ് ഉണ്ടെങ്കിലും എൻട്രി ഉണ്ടായിരിക്കും. എൻട്രി ഉണ്ടെങ്കിലും ലാഗ് ഉണ്ടായിരിക്കും. ലാഗ് ഉണ്ടെങ്കിലും എൻട്രി ഉണ്ടായിരിക്കും. എന്തായാലും കയറിയോ കേട്ടോ. എനിക്ക് തോന്നുന്നു കൊച്ചി മൊത്തം ഇവിടെയാണ് തോന്നണത്. ഇൻസ്ട്രുമെന്റ്സ്. ഓ
ഒരു പ്രോപ്പർ ചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും. അപ്പൊ ആ ചേതന എനിക്കറിയാം. അവിടെ ചേതനയിലെ വന്നിട്ടുണ്ട്. അവിടെ ഒരു അച്ഛനില്ലേ? ആ അച്ഛൻ ഞങ്ങളുടെ സ്വന്തം ഒരു ക്ലോസ് ഞങ്ങൾ. ആണോ? തോമസ് അച്ഛനെ വന്നിട്ടുണ്ട്. തോമസ് അച്ഛൻ. ആ എനിക്കെന്താ വെച്ചാൽ എനിക്ക് ത്രോട്ടിനൊരു ട്രീറ്റ്മെന്റ് വന്ന ടൈമില് ഞാൻ അച്ഛനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. വോക്കൽ എക്സസൈസ്. അമ്മ അവിടെ ചോദിച്ചാണ്. അമ്മ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ ലൈവ് ആണ്. ചേതനയിലാ? ലിജി ചേതനയിലേ വന്നിക്കണേ. എന്റെ അമ്മേനെ കണ്ടിട്ടുണ്ടാവില്ല. ഞാനൊരു 1.5 വർഷം മുമ്പ് ചേതന വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മനെ എന്തായാലും ഒന്ന് അവിടുന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടാവട്ടാ. അമ്മ അപ്പൊ ഓലെല്ലാരും മ്യൂസീഷ്യൻസ് ആണല്ലേ? ആ തോമസ് അച്ഛൻ. ആ അപ്പൊ ഓലെല്ലാരും അനിയന്മാരൊക്കെ മ്യൂസീഷ്യൻസ് അല്ലേ? അനിയൻ കീബോർഡും പിയാനോയും മറ്റവൻ സാക്സഫോണും ഡ്രംസും. ഞാൻ ഡമ്പലും ഗ്ലൗസും. അല്ല ഓരോരുത്തർ എല്ലാ ഫീൽഡിലും ആള് വേണം. അവര് അതാണ് അനിയൻ. പിന്നെ താഴെ അനിയൻ പിന്നെ ഫോളോ ഞാൻ വീഡിയോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷാനു ആദ്യം തന്നെ അന്തംഗമ്മിയെ റോൾസ് റോയ്സിൽ പോയിക്കണേ. എല്ലാവരും റോൾസ് റോയ്സിൻ്റെ പിന്നാലെ ഓടിക്കുന്നുണ്ടോ? അവിടെ ഫുള്ള് അവിടെ എല്ലാവരും റോൾസ് റോയ്സിൻ്റെ പിന്നാലെ. ഷാനുവിനെ ഞാൻ മോട്ടറാക്കി വിട്ടതാ. അപ്പോൾ സ്വയം മോട്ടറാണെന്ന് മനസ്സിലാവാതെ എനിക്ക് വേണ്ടി രീതിയിൽ അങ്ങോട്ട് ഞെരിഞ്ഞമർന്നു. കുറേ ആൾക്കാരുണ്ടല്ലോ. സൽമാനൊക്കെ പോയിക്കുണ്ടോ? എല്ലാരും ഉള്ളു കയറ്റിയല്ലോ. കുഴപ്പമൊന്നുമില്ല. നമ്മളാൾക്കാരെ അല്ല എല്ലാ മീഡിയാസും. ബഹുമാനപ്പെട്ട ഷാനു മിക്കവാറും റോൾസ് റോയ്സ് നാളായി ഇറങ്ങണ ഒരു വിഷ്വല് കിട്ടണമെന്നുണ്ട്. എനിക്ക് കിട്ടോ? പോയോക്കടോ? എന്താ നീ എല്ലായിടത്തും ഉണ്ടാവും. ആദ്യമായിട്ടാണ് ഇതിലൊക്കെ പോണ്. ചോദിച്ച ഇങ്ങനെയൊക്കെ സിനിമന്റെ തൊലിയാണ് ഞാൻ ആന വെക്കണോ? മോനെ ഏതാ ഫ്രെയിം മോനെ? ആനന്റെ പേരെന്താണ്? ആനന്റെ ചെറിയ മാനോ? ആ ചെറിയ മാനോ? ചെറിയമാൻ. ചിറക്കൽ കാളിദാസനുണ്ട് ആന. കുറച്ച് ആനന്റെ പേര് മാറി എന്നെ ആരും തെറി വിളിക്കരുത്. എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആന നോളജ്. കിടക്കും 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 ആന 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 കട്ടാളന്റെ ആന ആന കട്ടാളന്റെ ആന 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 വന്നത് ആന. ഒരു ലോഡ് വണ്ടി ഉണ്ട് കേട്ടോ. ആരായി ഇതാരാ? ഡ്രോൺ FPV അല്ലേ? റോൾസ് റോയ്സ് ഫ്രണ്ടിലെല്ലാം നിർത്തിക്കണേ. എവിടെ ഷാനു? ഇവിടെ ആനോക്ക്. എടാ ആനന്റെ മേലല്ലതാണോ താഴെയുള്ളതാണോ പാപ്പാന്? അറിയോ? ഷോണെ ഈ തൃശ്ശൂരല്ലേ? ആനന്റെ മേലുള്ള ആളാണോ താഴെയുള്ള ആളാണോ പാപ്പാൻ? അപ്പൊ മേലെ കയറി ഇരിക്കണതോ ശിഷ്യന്മാരാണോ? കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞു. ഞാൻ പൂരം കാണാൻ തന്നെ ചെറിയ ചെറിയ പൂരങ്ങൾ കാണുമ്പോൾ എനിക്കൊന്നും പാപ്പാൻ അടിയില നിൽക്കാൻ. നിനക്കാണ് എക്സ്പീരിയൻസ് കൊണ്ട് അടിയിൽ നിൽക്കുന്ന ആളാണ് പാപ്പൻ എന്നാണ് എനിക്ക് തോന്നണത്. മറ്റേത് ശിഷ്യന്മാരാണ് പറഞ്ഞ പോലെ. റോൾസ് റോയ്സ് എങ്ങനെ പോയി? ഇവിടെ കബീർ സിംഗ് വരും കേട്ടോ. ഐ ആം എക്സൈറ്റഡ്.
മറ്റേ ഇല്ലേ മാർക്കോലെ വില്ലൻ പുള്ളി ഉണ്ടാവുന്നാണ് പറഞ്ഞ കേട്ടെ, അറിയില്ല. ആള് വന്നു. ആര് ഇതാരാന്ന് മനസ്സിലായില്ലേ? മറ്റേ കില്ലിലത്തെ വില്ലൻ. ഓമെന്നോ എന്താ സൈസ് ഇവരൊക്കെയാണ് നമ്മൾ ഇടിച്ചിരുന്നത്. മുട്ടയും പാലും കഴിക്കാതെ അവന്റെ മുത്ത് നിയാലവിടെ ഉണ്ട് കേട്ടാ, മറ്റേ നടന്മാരൊക്കെ എടുക്കുന്നുണ്ട്. ഞമ്മക്കിതിന് എത്ര ആള് ഇതെന്തിന് ഷോണേ കയറാനായോ? എന്താ വിശേഷം? സുഖം. ഞാനവിടെ The man behind this gathering, it is a celebration പോലെയല്ല, rather it is more like a family gathering. അദ്ദേഹത്തിന് അത്രയും ഇഷ്ടമുള്ള എല്ലാവരും ഒരുമിച്ച് അതോടൊപ്പം ഒരു പുതിയ ചാപ്റ്റർ എന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ when we are all set and calling it കാട്ടാളൻ, ഇന്ന് ഈ ഒരു ചാപ്റ്ററിന്റെ പൂജ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ for him this is very special, and that is why we are going to start this in a very 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 special way. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് I know that there are a lot of people here from different parts of the Indian cinema fraternity. I would like to welcome you all, but rather I would like to say is born from a single core. What if that one core identity could shape many universes? We began by connecting the world. Every delivery that reaches its destination is a promise kept. Then we started to raise timeless structures. We began creating. So ladies and gentlemen, I would like to thank you all for coming and being a part of this very special day. And ഈ ഒരു പൂജാ സെറമണിക്ക് നമ്മളിവിടെ ഇങ്ങനെ ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ട് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ കോർ കാസ്റ്റ്
കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമ്മളോടൊപ്പം ഈ ഒരു ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് can we give a thunderous round of applause? നമ്മളുടെ ആ ഒരു ഗ്രീറ്റ്, ആ ഒരു എൻകറേജ്മെന്റ്, ആ ഒരു ലവ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഒരു നല്ല കൈയടിയോടെ ആയിരിക്കും. അപ്പോ കൈയടിക്ക് ശക്തി കുറയ്ക്കണം. ഒന്ന് സൗണ്ടിൽ നല്ലോണം കൈയടിക്കാം എല്ലാവരും. Thanks a lot. Wishing all the success, and I believe the frame is made. എല്ലാവരോടും തിരിച്ച് requesting you to sit back and take the seats. ഇൻസ്റ്റഗ്രാമില് ഒരു വീഡിയോ വന്നു, ഉമ്മയുടെ മുമ്പിൽ ഞെട്ടി നിൽക്കുന്ന ഒരു മോൻ. ആൻഡ് ഹി വാസ് ലൈക്ക്, ഉമ്മ എന്നെ സിനിമയിലെടുത്തു. നമ്മളെല്ലാരും കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ ആണ്. ആൻഡ് അത് ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം. ഹി ഈസ് വെരി ക്ലോസ് ടു മീ, ഹി ഈസ് ലൈക്ക് എ ബ്രദർ ടു മീ. Ladies and gentlemen, he is an amazing crowd puller. Let's see the face of this new debut in the movie as an actor. Let's see the video. It is time that we invite the sensation. ഇപ്പോ കേരളത്തിൽ ഇതുപോലെ ഒരു ക്രൗഡ് പുള്ളർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇവൻ എവിടെ പോകുന്നോ അവിടെ ജനപ്രളയം എന്ന് പറഞ്ഞ പോരാ, വേറെന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് പറയേണ്ടി വരും. Put your hands together for Hanan Shah. ഹനാൻ ഇതൊരു തുടക്കം കൂടിയാണ്. ഹനാന് ഒരു മൂവിയിൽ ഒരു ഫേസ് ആയി വരുന്നതിന്റെ ആദ്യ മൊമെന്റോ. പക്ഷെ ഹനാനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മൊമെന്റോ സിനിമ നടക്കുന്നതിന് മുൻപ് തന്നെ കിട്ടി. ഹൗ സ്പെഷ്യൽ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഷെരീഫ് ഖാനോട് തന്നെയാണ്, പിന്നെ പോളേട്ടൻ. കാരണം യാതൊരു അഭിനയ പാഠവും ഇല്ലാത്ത എന്നെ ഈ ഒരു സിനിമയൊക്കെ വിളിച്ചു വരുത്തിയത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. സോ എന്തായാലും എനിക്ക് വന്നു ചേർന്ന പടം ചെറിയ പടമല്ല, വലിയ പടമാണ്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു മൊമെന്റ് വിശ്വസിക്കാൻ പറ്റില്ല. സിദ്ദീഖ, ജഗദീഷ് ചേട്ടനൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ കൂടെ അതിന്റെ ഓരോ അഭിനയിക്കുന്നതിന്റെ ബാക്ക് എൻഡിൽ ബ്ലറായി വന്നാൽ കൂടി അതിന്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഒരുപാട് താങ്ക്സ്. അപ്പൊ ഞാൻ ഷെരീഫ് ഖാനോട് പറഞ്ഞാണ്, അഥവാ അഭിനയിച്ച് ഫുള്ളായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും പാട്ടെങ്കിലും തന്ന് സഹകരിക്കണം. സോ ഇൻഷാല്ലാ ഷെരീഫ് ഖാൻ പറയണേ പാട്ടെങ്കിൽ പാട്ട് സെറ്റാക്കാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കബീർ സിംഗ്, ഞാൻ പടത്തിൽ മൂപ്പരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം മെസ്സേജ് അയച്ച് ഞാൻ മയക്കി വെച്ച ആളാണ് മൂപ്പര്. തല്ലുമ്പോൾ മയത്തിൽ തല്ലണം, പാകത്തിൽ തല്ലണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ കമ്പനിയായിട്ടോടെ ഇരിക്കുന്നത്. പിന്നെ ഷോൺ, ബേബി, എല്ലാവരും, അതുപോലെ തന്നെ പെപ്പേട്ടൻ, എല്ലാവരും സ്റ്റാർട്ടിങ് ടൈം മുതൽ ഒരുപാട് സപ്പോർട്ടീവായിട്ടാണ് മെസ്സേജ് അയച്ചത്. ഉഷാറാവും, ഒരുപാട് പ്രതീക്ഷകൾ അവർ തരുന്നുണ്ട്. അവരുടെ പ്രതീക്ഷക്കൊത്ത് 1% ഉയരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സോ പ്രതീക്ഷയോടെ നോക്കിക്കാണുക. തീർച്ചയായിട്ടും അപ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഹനാന്, നീ ഏത് വേദിയിൽ പോയാലും ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണ്? എല്ലാവർക്കും നല്ലൊരു പാട്ട് പാടുത്തരാണ്ട് ഹനാൻ പോകാറില്ല. അപ്പൊ ഇത് സെറ്റല്ലേ? നമുക്ക് വേണ്ടി നിന്റെ ആദ്യത്തെ ഓൺ സ്ക്രീൻ സിനിമയുടെ ആദ്യത്തെ വേദിയാണ്. ലെറ്റ്സ് മേക്ക് ഇറ്റ് സ്പെഷ്യൽ. യെസ്. സോ ഈ പാട്ട് ഇതിന്റെ ഒറിജിനൽ ആളവിടെ ഇരിക്കുന്നുണ്ട്. നിഹാൽ സാദിഖ് പോയ. സോ എല്ലാവരും ഒരു നല്ല കൈ കൊടുക്കോ. സോ ഞങ്ങൾക്ക് വയറാൻ സോ റീസെന്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. നിഹാൽക്കാണ് ആ പാട്ട് ചെയ്തത്. അപ്പൊ അതില് നിഹാൽക്കാടെ കൂടെ പാടാൻ എനിക്കൊരു അവസരം കിട്ടി. പാടുക. പോകേണ്ട ദൂരൊരാളും കുട്ടിനില്ലാതെ കാണേണ്ട കാടു
കാറ്റുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിവാപ്പഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിവാപ്പഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിവാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിവാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. സോ അതുപോലെ തന്നെ ഷെരീഫ് ഖായുടെ വൈഫിനോട് ഒരു ബിഗ് താങ്ക്സ്. ഷെരീഫ് ഖാക്ക് എന്നെ കാണിച്ചു കൊടുത്തത് ദീദിയാണ്. സോ താങ്ക് യു സോ മച്ച്. I should say this, ഇവൻ ഭയങ്കര ടാലന്റഡ് ആണ്, പക്ഷെ ഇത്ര പാവമായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വെരി ഗ്രൗണ്ടഡ്. ഒരു വലിയ കൈയടി നൽകാം. ഇതൊരു വലിയ തുടക്കമായിട്ട് ഹനാന്. ഓൺ സ്ക്രീനിൽ നമ്മൾ ഒരുപാട് കാണട്ടെ. ഓൺ സ്ക്രീൻ മാത്രമല്ല, പാട്ട് പിന്നെ എന്തായാലും വരുമല്ലോ. ഇപ്പൊ തന്നെ നീ ചിറാപ്പുഞ്ചി പാടി എല്ലായിടത്തും ആൾക്കാരെ മഴ വീതിച്ചുകൊണ്ടിരിക്കുകയാണ്. Big round of applause, ladies and gentlemen. കാട്ടാളൻ റിയ ഹനാൻ ഷാ. സോ ഞാൻ അപ്പോൾ പടത്തിൻ്റെ തുടക്കം മുതൽ ആകെ മെസ്സേജ് അയക്കണ ഒരു വ്യക്തിയാണ്. അടി കുറച്ചടിക്കാൻ വേണ്ടി മാത്രം എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കും, കനത്തിൽ തല്ലരുത്. അപ്പം കേരളം മൊത്തം ബോസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പുതിയ അടി വാങ്ങുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. സോ ഐ എം വിത്ത് കബീർ സിംഗ് നൗ. ലൈക്ക് ഐ ഹാവ് എ സ്മോൾ യൂട്യൂബ് ചാനൽ called Hanan's Family. Like all people from Kerala, Dubai, Kuwait, all the GCC, so many people are there. So few words to... I just want to say, brother, good luck. I heard your music and you are amazing. Thank you so much. Don't use any serious words in no more serious. No. Okay, so do subscribe his channel and support him. He's a youth icon and he's like my brother, and just support him. Thank you so much, Yes. brother. Like we all, like all Kerala, everybody liked your character in Marco. Thank like you so Cyrus, much. We are all fans of like Cyrus' character. I'm too very good. grateful that after Marco I got so much of love, and I'm sure Kataran more love. More love. Inshallah. Inshallah. Thank you so much, brother. Thank you so much. Thank you so much. Brother, that's so sweet of you. Thank you so much. സോ ഞാനിപ്പോൾ ഉള്ളത് പെപ്പച്ചേട്ടൻ്റെ കൂടാണ്. അപ്പം സിനിമ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് ഇത്രത്തോളം എൻ്റെ ഇല്ലാത്ത കഴിവിൽ വിശ്വസിച്ച ഒരു വ്യക്തി വേറല്ല. എപ്പോഴും എന്നോട് പറയും ഉഷാറാവും, നമുക്ക് അടിച്ചു പൊളിക്കണാണ്. എന്നെ അന്ന് ഷെരീഫൊക്കെ പുള്ളിനെ സെലക്ട് ചെയ്ത അന്ന് തന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് ചേട്ടൻ ഞാൻ ചെയ്തത് ശരിയാവോ? അപ്പം ഞാനതിനെ ആലോചിച്ചിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോരെ, നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. അപ്പം ഒന്നുമില്ല, അടിച്ചു പൊളിക്കാം. പിന്നെ എനിക്ക് ബ്രോൻ്റെ അടുത്ത് പറയാനുള്ളത്, ബ്രോക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ സിംപ്ലിസിറ്റി, ഈ വിനയം എപ്പോഴും കീപ്പ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്രോൻ്റെ ആ വിനയമാണ്. അത് എപ്പോഴും അത് തന്നെ കീപ്പ് ചെയ്യുക. എത്ര ഹൈറ്റ്സിലേക്ക് പോയാലും അതൊരിക്കലും കൈവിടരുത്. അത് കീപ്പ് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ് ഉണ്ടാവും. താങ്ക് യു ചേട്ടാ. അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ മാത്രമല്ല, ഒരുപാട് പേര് കാണുന്നവരുണ്ട്. ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. യൂട്യൂബ് ചാനൽ, എനിക്കൊരു കുഞ്ഞു ചാനലുണ്ട് ഹനാൻസ് ഫാമിലി. അവ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് രണ്ട് വാക്ക് എന്താണ് പെപ്പ ചേട്ടന് പറയാനുള്ളത്? എനിക്ക് എന്താ പറയാനുള്ളത്? എന്താണ് സ്നേഹിച്ചതിനും സപ്പോർട്ട് ചെയ്തതിനും നന്ദി. അതെ, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമയുടെ ഒരു വലിയ ഇവൻ്റാണ്.
അപ്പോൾ നമ്മുടെ ഹനാൻ ഭായി ആദ്യമായിട്ട് അഭിനയിക്കാൻ പോണ പടത്തിൻ്റെ വലിയൊരു ഇവൻറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പടം ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ, അടിപൊളിയാവട്ടെ, ഞങ്ങളുടെ എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാവട്ടെ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. യെസ് ബ്രദർ. ഓക്കെ ഇത്രയും പറയാം. സോ ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കാരണക്കാരായ ഒരു ആളടുത്താണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷെരീഫ് ക. സോ വ്ളോഗിൽ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയാൻ എനിക്ക് ഒരു അവസരം തന്നതും എന്നെ ഈ ഒരു സിനിമയിലേക്ക് ക്ഷണിച്ചതും ഒക്കെ ഷെരീഫ് കയാണ്. പിന്നെ ഈ ഒരാളുടെ ക്യാരക്ടറും ഈ ഒരാളുടെ ഇത്രയും സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇല്ലാത്ത കഴിവും വെച്ച് ഈ പ്രൊജക്ടിന് യെസ് പറയുന്നത്. നിന്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഈ സിനിമയിലേക്ക് വിളിച്ചത്. പക്ഷേ എനിക്ക് നിന്റെ കഴിവ് ഞാൻ നിന്നെ കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്, പക്ഷേ ഞാൻ ഒറ്റ ഇതിൽ കണ്ട വഴിക്ക് തന്നെ നിൻ്റെ ആ ഒരു ഫാമിലി, നിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിയത് ആരെൻ്റെ മ്യൂച്വൽ ഫ്രണ്ട്സിലുള്ളത് ഇവരൊന്ന് കോൺടാക്ട് ചെയ്യണം സിനിമയിലല്ല, അതായത് നിൻ്റെ എനിക്ക് പേഴ്സണലി മനസ്സിൽ അറ്റാച്ച്മെന്റ് ഇതും എല്ലാവരും സംസാരിച്ചു. അങ്ങനെ നമ്മുടെ സിനിമൻ്റെ വലിയൊരു ലോഞ്ച് തന്നെയാണ് ഇന്നിവിടെ കഴിഞ്ഞത്, കാട്ടാളൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഷെരീഫ് നമ്മളെ യൂട്യൂബ് ചാനലിലെ എല്ലാ ഓഡിയൻസിനോടും എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ സ്റ്റാർ ഇവനല്ലേ? ഞാനൊന്നല്ല, ഇന്നത്തെ സ്റ്റാർ ഷെരീഫ് ഖാൻ. കാരണം ഷെരീഫ് ഖാൻ സ്റ്റേജിൽ 6 മണിക്ക് കയറി 8:00 ഇറങ്ങിയിട്ടില്ല. പാവം കാലൊക്കെ പോയി കാണുമ്പോൾ ലാസ്റ്റ് വരെ അവിടെ ഇങ്ങനെ നിൽക്കാനുണ്ടോ ചെറുവാണി ഇട്ടിട്ട്. അപ്പം പാവം കുടുങ്ങി ചൂടെടുത്ത് വെക്കല്ലേ. ഷെരീഫ് ഖാൻ 2 വാക്ക് സിനിമനെ കുറിച്ച്. സിനിമ എന്തായാലും മോശമാവാൻ ചാൻസ് ഇല്ല. കാരണം ഞാനും നിങ്ങളെപ്പോലെ സിനിമാക്കാരനൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ ഓഡിയൻസ് എന്താണ് ചിന്തിക്കുന്നത് അതേ ചിന്ത തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അറിയില്ല സക്സസ് ആവുന്നുള്ളത് മേലിരിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു കുറവുണ്ടാവില്ല, ഏറ്റവും ബെസ്റ്റ് സാധനം ട്രൈ ചെയ്യണം കൊടുക്കാൻ പോകുന്നത്. ഷെരീഫ് ഖാൻ ഈ സിനിമയിൽ അണിനിരത്തിയിരിക്കുന്ന ആൾക്കാർ ഇപ്രാവശ്യം മലയാള സിനിമ കാണാത്ത ലെവലിലുള്ള ആൾക്കാരുണ്ട്, എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിൽ അജനീഷ് ലോക്നാഥ്, എല്ലാവരും ഭയങ്കര ബിഗ് ഷോട്ട്സിനെ മാത്രം വെച്ചിട്ടാണ് നടത്തുന്നത്. എന്തായാലും വൻ വിജയമായി മാറട്ടെ. ഇന്ന് ഒരു തുടക്കം മാത്രമാവട്ടെ. താങ്ക് യു സോ മച്ച്. ഇതടുത്ത സൂപ്പർ സ്റ്റാറാണ്. അല്ല സെറ്റ് ശരിയാ. സോ ഞാനിപ്പോൾ ഉള്ളത് ആൻസൺ ചേട്ടൻ്റെ കൂടെയാണ്. ഞാൻ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഭാഗമാണ്. എങ്ങനെ ആൻസൺ ചേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു പ്രൊജക്റ്റും മൂവിയൊക്കെ? ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു രസമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. സോ പെപ്പയ്ക്കാണെങ്കിലും ഇതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിനിമയുടെ ഓൺ ബോർഡ് ഇട്ട് കഴിഞ്ഞിട്ട് ആ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് പോലും വെക്കുന്നേക്കാൾ മുമ്പ് നമ്മളിങ്ങനത്തെ ഒരു ഇവൻറ്റ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ അങ്ങനത്തെ ഒരു പടത്തിനെ പറ്റി വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം അറിയിപ്പിക്കാനും കൂടിയാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഒരുപാട് സന്തോഷം ബ്രോ ഇതിനകത്ത് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ക്യൂബ്സിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് അതും ഒരു വലിയൊരു സന്തോഷം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ സിനിമ ഗംഭീരമാക്കണം. സൂപ്പർ ഹിറ്റ്. പിന്നെ സിനിമ അങ്ങ് ഗംഭീരമായി കഴിഞ്ഞാൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകാൻ പാടില്ല. ഇവിടുന്ന് പോകാൻ പാടില്ല, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. സോ ആൻസൺ ചേട്ടൻ 2 വാക്ക്, അതായത് എനിക്കൊരു കുഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് ഹനാൻസ് ഫാമിലി എന്ന് പറഞ്ഞാൽ, അതിലെ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാവോ? ലൈക്ക് എല്ലാ ആൾക്കാർക്കും, ഹനാൻസ് ഫാമിലിയിലെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, കാട്ടാളൻ്റെ ഭാഷയിൽ ഒരു വലിയ ഹായ്, ക്യൂബ്സിൻ്റെ ഭാഷയിൽ വലിയ ഹായ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ചേട്ടാ. താങ്ക്സ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതായിരുന്നു നമ്മുടെ സിനിമൻ്റെ പൂജയും വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ പോയിന്. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പരിവാരങ്ങളോട് കൂടി വന്നത് ഞാനായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ ഒരു 10-15 ആളുണ്ടെങ്കിൽ ചെക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ഒപ്പരം ഫുഡ് അയച്ച് നമ്മൾ ആ ഫംഗ്ഷൻ നല്ല എൻജോയ് ചെയ്ത്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നൊരു ഫംഗ്ഷൻ ആയിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റി. ജഗദീഷ് ചേട്ടൻ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, പെപ്പേട്ടൻ, ഒരുപാട് ആൾക്കാർ, നമുക്ക് അറിയുന്ന ആൾക്കാരെയും നമുക്ക് ഇഷ്ടമുള്ള മെമ്പേഴ്സിനെയും കാണാൻ പറ്റി. സോ എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇന്ത്യയിൽ ആരും പ്രതീക്ഷ വെക്കണ്ട. കാരണം ഈ സിനിമ അടിപൊളി സിനിമയാണ്. എന്തായാലും സൂപ്പർ സിനിമയാണ് വരാൻ പോകുന്നത്. ഞാൻ കഥ കേട്ടെടുത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള കഥയാണ്. എനിക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പക്ഷെങ്കിൽ ഇന്നിൽ ഒരാളും നമ്മളെ സബ്സ്ക്രൈബേഴ്സോ നമ്മളെ വ്യൂവേഴ്സോ ആരും പ്രതീക്ഷ വെച്ച് കാണാൻ പോയത് ഞാനൊരു പാവം ഒരു വഴി പോക്കൻ, ഞാൻ ഒരു പാട്ടൊക്കെ പാടി തട്ടിപ്പൊട്ടി പോവും. അപ്പം എന്തായാലും സിനിമ സൂപ്പറാവും.
എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും സിനിമേൻ്റെ പിന്നണി പ്രവർത്തകരെല്ലാവരും അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വ്ളോഗ് കണ്ടതിന് നന്ദി. അപ്പോൾ ഇനിയും 1-2 വ്ളോഗ്സ് വരാനുണ്ട്. നാളെ നമ്മളെ പരിപാടി എടപ്പാളാണ് കേട്ടോ. എടപ്പാള് ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം നാളെ വൈകുന്നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടി നമുക്ക് 25-ന് രാമനാട്ടുകരയാണ്. അപ്പോൾ പറ്റുന്നവർ അങ്ങോട്ടും പോയോ. ടോണി ആൻഡ് ഗൈൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ 2 പരിപാടി ഉണ്ട്. കഴിഞ്ഞിട്ടും പരിപാടി ഉണ്ട്. പിന്നെ 27, 28, 30, 31 അങ്ങനെ പരിപാടി ഉണ്ട്. അപ്പം അതൊക്കെ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം വ്ളോഗിന്റെ. കാരണം അത് നമ്മൾ ഫ്രീ ആയിരുന്നു. പിന്നെ നമ്മൾ ഫംഗ്ഷൻ കയറി. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡായി നിൽക്കണം. അപ്പോൾ ഇതിൽ മ്യൂട്ടായ ഭാഗങ്ങളൊക്കെ മ്യൂസിക് വരുന്ന ഭാഗങ്ങളാണ്. ബാക്കി ഏതെങ്കിലും ഭാഗങ്ങൾ മ്യൂട്ടായിട്ട് അത് മ്യൂസിക് വന്ന ഭാഗമായിരിക്കും എന്ന് മനസ്സിൽ വിചാരിക്കും. കാരണം കോപ്പിറൈറ്റ് വന്നാൽ പണിയാവും. അപ്പോൾ കോപ്പിറൈറ്റ് വരാണ്ടിരിക്കാനാണ് നമ്മൾ മ്യൂട്ട് ചെയ്യണത്. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിന്റെ മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വി ആർ ഗോയിങ് ടു ഹിറ്റ് 25 lakh സബ്സ്ക്രൈബേഴ്സ് സൂൺ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബഹ്റൈനത്തെ എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ. ബഹ്റൈനിന്നാണ് ഞാൻ പരിപാടി കഴിഞ്ഞ് അവിടെ എത്തണത്. പിന്നെ ടൈമിൽ പോകാൻ അനുവദിച്ചതിന് ബഹ്റൈൻകാരോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്.